എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. നമുക്കെന്നാൽ വീണ്ടും ഒന്ന് കോയമ്പത്തൂർ കാഴ്ചകളിലേക്ക് കൂടെ പോയാലോ. വളരെ മനോഹരമായ പ്രദർശനങ്ങളും കണ്ടുകൊണ്ട് ഒരു മനോഹരമായ സ്ഥലത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാത്തവരാച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് കാഴ്ചകളിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈക്ക് ഇട്ടിട്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക, ഈ മനോഹര കാഴ്ചകൾ കാണാൻ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എന്നാൽ ശരി, നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ വനദുർഗ ടെമ്പിളിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മേട്ടുപ്പാളയത്ത് വന്ന് ഭക്ഷണം കഴിച്ചു. വീണ്ടും യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കല്ലാർ എന്ന സ്ഥലമാണ് ഇനിയുള്ള ലക്ഷ്യം. മനോഹരമായ പ്രകൃതി കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ വഴി മുഴുവൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് കേട്ടോ. വളരെ മനോഹരമായ പ്രകൃതി ഭംഗി കണ്ടുകൊണ്ടാണ് യാത്ര. അപ്പോൾ വിശേഷങ്ങൾ കാണാം. ഇനി ഞാൻ അധികം വർത്താനൊന്നും പറയണില്ല, കേൾക്കുന്നത് കേൾക്കാം. ഇടയ്ക്ക് വല്ലതും പറഞ്ഞെങ്കിലേ ഉള്ളൂ, ചിലപ്പോൾ വല്ല പാട്ടിന് കേൾപ്പിച്ച് തരാം. ஒவ்வொரு பூக்களுமே சொல்கிறது வாழ்வென்றால் போர்க்களமே. ஒவ்வொரு பூக்களுமே. ഞാനിപ്പോൾ നിൽക്കുന്നത് മേട്ടുപ്പാളയം ബ്ലാക്ക് സെൻറ്ററിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിൽക്കണമെന്നേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെന്നില്ല. അതിൻ്റെ കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ വേറെ വഴിക്ക് പോണ വഴിയിൽ ഇത് കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കുറേ സ്ഥലത്ത് പോയിക്കണ കാരണം ഇതിനോട് വലിയ കമ്പൊന്നും തോന്നുന്നില്ല. വഴിയിൽ വെച്ചതൊന്ന് കണ്ടപ്പോൾ ഒന്ന് എടുത്തു മാത്രം കേട്ടോ. സഹ്യാദ്രി സാനിക്കളുടെ അടിവാരത്തിൽ മേട്ടുപ്പാളയം ബോട്ടിൽ ഉള്ള ബ്ലാക്ക് തണ്ടർ. ഇറങ്ങിയ അവസരത്തിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ ഇതുപോലത്തെ പല സ്ഥലത്തും പോയ കാരണം ഇപ്പോൾ ഇത് വരണമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞങ്ങൾ വേറെ വഴിക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു തലശ്ശേരി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തലശ്ശേരിക്കാരായിരിക്കും.
നാഷണൽ ഇത് പഴയ പാലം. ഏതാ ഏട്ടാ 1926 പണിത പാലാണത് അല്ലേ? ഇവിടുന്ന് ഊട്ടിക്കുള്ള സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് ഇംഗ്ലീഷുകാർ ഇത് പുതിയ പാലം. കല്ലാറ് അവിടെയാണ് കല്ലാറ്. ഞങ്ങൾ വീണ്ടും വഴി തിരിച്ചു പോകണം കേട്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാണ് ഈ പാലം കാണാൻ. ഈ വഴിക്ക് പോകണം. ടീ സ്റ്റാളിന് അവിടെ ബ്ലോക്ക് ചെയ്തില്ല, വഴിയില്ല. വണ്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അത് പൊതുവഴിയല്ലാന്ന് തിരിച്ചാണ്. കല്ലാർ പോറതില്ല ഇത് വഴി പോറതില്ല. കല്ലാറിൽ പോക முடியாது அப்படியா? அப்படியா? അപ്പോൾ നമുക്ക് മറ്റേ പാർക്ക് കാണാൻ പോകും. കറങ്ങന്മാർ അല്ല, ഊട്ടിക്ക് പോണ വഴിയിൽ എന്തോ വേറെന്തെന്ന് പറഞ്ഞല്ലോ, മഞ്ചക്കൊമ്പല്ലേ? ഒന്നുകൂടെ ദേ പോണോ കല്ലാറ്? കല്ലാറ് എവിടെ ഉണ്ട്? വണ്ടി അങ്ങോട്ട് വീടില്ല, അങ്ങോട്ട് പോയത് ചിലപ്പോ. വെള്ളം കളിക്കാറില്ല, അവിടത്തോളം പോയി കൂടെ. അതെ, കല്ലാറിന്ന് പറഞ്ഞ വെള്ളമാണിത്. ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വിടുന്നില്ല ഇപ്പോൾ എന്നാ പറയണത്. എന്തായാലും ഞാനൊന്ന് പോയി നോക്കുന്നുണ്ട്. അവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. കുരങ്ങന്മാരുണ്ട്. കുരങ്ങ് ആ ഞാൻ കണ്ടു തന്നെ. അതിനെ ഞാൻ ആദ്യമേ കണ്ടു. ഏടാ ഒരു കുട്ടി കുരങ്ങൻ. ചീർപ്പെടുത്ത് ജീവി കൊടുക്കാൻ തോന്നേ. അല്ല മറ്റേ മിഠായി ഇട്ട് ഇത് കഴിക്കാൻ തോന്നേ. ആനകെട്ടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് പോയാലല്ലേ അറിയില്ലല്ലോ. വലിയ ആറ് പോകണ്ടല്ലോ.
കുറെ ദൂരം പോയിട്ട് അവിടെ കല്ലാറുന്ന വെറുതെ പോയിട്ട് കാര്യമില്ല. ഈ കയറ്റം കയറി ചെന്നിട്ട് അവിടെ ചെന്ന് അവിടെ നിർത്തി വിട്ടാൽ പിന്നെ പോരേണ്ടി വരും. വേണ്ട അങ്ങോട്ട് പോകണ്ട. പിന്നെ ആര് കാണാൻ കിട്ടില്ല. ആരുടെ നാട്ടിൽ വരുന്നത് വേറെ അവിടെ കറക്റ്റ് കല്ലാറുന്ന ഇത് കല്ലാർ റെയിൽവേ സ്റ്റേഷൻ. എങ്ങനെയാണ് അവിടേക്ക് വരിക എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇപ്പോൾ അവിടേക്ക് ആരും കടത്തി വിടുന്നില്ല എന്നാണ് പറയുന്നത്. നോക്കട്ടെ എങ്കിൽ എത്താൻ പറ്റും. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അതല്ല, പിന്നെ എങ്ങനെ പോവാ? ഞങ്ങട്ടല്ലേ അവിടെ അടച്ചിട്ടൊക്കെ അല്ലേ? എന്നിട്ട് എങ്ങനെയാ? മറ്റേ കോഴി കാട്ടുകോഴി ഒന്നുമല്ല. ഇതാണ് മറ്റേ കൊത്തുകോഴി. ഇത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതിനെ ക്രോസ് ചെയ്യാം. വഴിയുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. இப்படி போய் அப்படி போனா அந்த நேருக்கு இப்படி வழி அந்த வழியில போனா நேரம் ஆறுக்கு போகலாம். இப்படி நேரம் போனா ஆறுக்கு போகலான்னு வரேன். ഇത് കല്ലാറ് കാണിക്കാൻ വേറെ മലകൾ കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങൾ പഠിക്കുകയാണ്. പിന്നെ അത് വേണമെങ്കിൽ തലയിലും കുത്തല്ലോ. അതെ ബേട്ടാ, നിങ്ങളുടെ അനിയൻ എന്താ നന്നാവാത്ത? നായ്ക്കുട്ടീനെ കണ്ടിട്ടോ. നായ്ക്കുട്ടി ഇതാണ് കല്ലാറുള്ള സുന്ദരന്മാരും സുന്ദരികളൊക്കെ വരണം. മഴ പെയ്യുമ്പോഴേക്കും നമുക്ക് വണ്ടിയിലേക്ക് എത്താട്ടോ. അയാൾ അവിടെയല്ലേ നിൽക്കാന്ന് പറഞ്ഞാണ്. ഇവിടെ കുട്ടികൾ കുളിക്കേണ്ടി തോന്നുന്നു. അതന്നെ മതി. ഈ ബാഗ് പിടിച്ചോളാം ചേട്ടാ. കല്ലാറ് കാണാൻ പോയിട്ട് അവിടെ കാണാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പോഷക നദി ഇതേ ഇവിടെ ഒഴുകുന്നു. അയ്യോ, വെള്ളം കാണില്ലല്ലോ. നമുക്ക് ഇവിടെയൊക്കെയല്ലേ കാണാൻ പറ്റും. നിങ്ങളെ വീഡിയോ കൊണ്ട് കുഴപ്പമുണ്ടോ? എന്താ വെച്ചാൽ യൂട്യൂബിൽ വരും. ആ അമ്മൂസ് ട്രാവലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബിൽ നിങ്ങളെ കാണാം. അപ്പം എന്താ പേര്? മീന. എൻ്റെ പേര് പത്മിനി. അപ്പം അമ്മൂസ് ട്രാവലോഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണും. നിങ്ങളുടെ നാട്ടിലെവിടെ സ്ഥലം? ഒറ്റപ്പാലം മംഗലത്തിൽ നിന്നാണല്ലേ? ഞാൻ ഗുരുവായൂരടുത്താണ്. കൊടുങ്ങല്ലൂര് ഉള്ള പൂജ ചെയ്യണവരൊക്കെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മക്കൾ വിക്രമനടികളൊക്കെ അറിയോ? എൻ്റെ അച്ഛൻ്റെ അത് ശരി. എൻ്റെ അച്ഛനിപ്പം ഇല്ല. അച്ഛൻ്റെ അനിയൻ്റെ മക്കളാണ് വിക്രമനടികളും ധർമ്മദത്തനടികളൊക്കെ. നീലത്തുമളത്തിൽ നാരായണടികളുടെ മകളാണ് ഞാൻ. വിക്രമൻ എന്നുമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ട്. വിക്രമൻ എൻ്റെ അനിയനാണ്. അതുകൊണ്ട് ചായ വേണ്ട. ഞാനിപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് അവിടെ ഇറങ്ങിക്കോട്ടെ കേട്ടോ. സന്തോഷട്ടോ പരിചയപ്പെട്ടതിൽ. ഞാൻ എപ്പോൾ വരട്ടോ? വന്ന ഹരിയില്ലേ? എപ്പോൾ വരാട്ടോ? അന്ന് അവിടെ പോയി കണ്ട എൻ്റെ ഇഷ്ടം. ഓ സന്തോഷം കേട്ടോ. എവിടെ വെള്ളത്തിൽ നിന്ന് കളിക്കൂ. ഞാൻ എടുക്കാം. എൻ്റെ ഷൂ നനഞ്ഞാൽ പിന്നെ എനിക്ക് ഇറങ്ങട്ടെ.
ഇവിടെ വെക്കല്ലേ, ഒന്ന് പിടിക്കുമെന്നെ വീഡിയോ സൂക്ഷിച്ച്. ഇതാ കയ്യിൽ പണി പിടിച്ചോളൂ. ഹരി ഒന്ന് വരാമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ആ കല്ലിൽ വേണമെങ്കിൽ ഇരുന്നോളൂ. മിനി പിന്നാലെ ഒരു കല്ലുണ്ട്, അതിലിരുന്നോളൂ. ഇല്ല, പിന്നാലത്തെ കല്ലിലിരുന്നോളൂ. ധൈര്യമില്ലേ? ആ ആ അതിലല്ലേ ഇരിക്കാൻ പറഞ്ഞ ഞാൻ. ആ നല്ല തണുപ്പ് വെള്ളം. അപ്പോൾ കല്ലാകം അവിടെ കാണിച്ചതിൽ ഈ ഒഴുകുന്ന കല്ലാറിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അമ്മൂസ് ട്രാവലോഗിനെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇനിയും എത്തിക്കുന്നതാണ്. ബൈ ബൈ പറയാണ്. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാൻ വീണ്ടും കാണിക്കുന്നത്. എല്ലാവരും ഇറങ്ങി നീന്തി കുളിച്ച് വരികയാണ്. അതാണ് കൃഷി കേട്ടോ. കൃഷി മതി. ഈ വീഡിയോ പിടിക്കൽ നിർത്തട്ടെ. അതുകളെ ഇങ്ങനെ എടുക്കും, ഇങ്ങനെ എടുത്താലേ അങ്ങനെ കൊച്ചുമക്കളെ പേടിയാണ് ചവല്ലേ. சூழ்ச்சி பார்த்து வாமா, வலிக்கிட போகுது, பார்த்து வாங்க. இந்த நாய்க்குட்டியை கொண்டு வந்தீங்க. நாய்க்குட்டி எந்த பக்கம் விடுங்க கொஞ்சம். ഓ അതെ, ചേട്ടൻ വിളിച്ചു തുടങ്ങി. ബൈ. நாய்க்குட்டி எந்த பக்கம் இருக்க. വേണ്ട ഉഷ, അത് പോയി. ഉഷ ഉഷ അതിന് വെള്ളം പേടിയാവും. ബൈ. ഞാനിവിടെ എത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ കൊടുങ്ങല്ലൂർ ശാന്തിയുടെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ കാണാൻ വേണ്ടി ഒരാൾ ഇറങ്ങി വന്നതാണ്. എന്താ പേര് മുന്നേ? ഹരി. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാറുണ്ട് അല്ലേ? ആ, ഭരണിക്കാലത്ത്. ആ, എന്താണ് അവിടുത്തെ അമ്പലത്തിൻ്റെ അനുഭൂതി? ലോകാകുമ്പോൾ എല്ലാവരും രക്ഷിക്കട്ടെ. സന്തോഷം മോനു. ഓക്കെ. ഇദ്ദേഹമാണ് എന്നെ വെള്ളത്തിലേക്ക് ഇറക്കി തന്ന ആൾ കേട്ടോ. വെള്ളത്തിൽ നിന്ന് കയറ്റി കൊണ്ടുവന്ന ആൾ. പിന്നെ സ്വർഗം കണ്ടിട്ട് പിന്നെ നരകത്തിൽ പോയി കുഴപ്പമില്ല. സ്വർഗം നരകമൊക്കെ ഇവിടെ തന്നെ. അപ്പം ശരി കേട്ടാ. വേണ്ട വേണ്ട, ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. ഞാൻ പരിചയപ്പെട്ടു. ആ, ഞാൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചാൽ. ഏത് ഇതിൻ്റെ ഉള്ളിൽ തുറക്കണ്ട ഇവിടെ. അയ്യോ, അവിടേക്കൊന്നും ഞാൻ മുകളിൽ ഉള്ളിൽ അവർ കൊടുങ്ങല്ലൂർ അമ്മേനെ വെച്ച് പൂജിക്കുന്നുണ്ട്. ശിവൻ്റെ അമ്പലം. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും അമ്പലങ്ങളൊക്കെ.
വെള്ളച്ചാട്ടം വാങ്ങിക്കോ. ഭയങ്കര വെള്ളച്ചാട്ടാ. എടുത്തോ. ഇതാണ് കല്ലാവുന്ന ഒഴുകുന്ന വെള്ളാട്ടത്. ഇവിടെ മുഴുവൻ എന്തൊക്കെയോ അമ്പലങ്ങളാണ്. അതിന് തമിഴ്നാടിൻ്റെ പ്രത്യേകതയാണിത്. അവിടെ പോയിട്ട് ബിസ്ക്കറ്റൊക്കെ വാങ്ങി വരികയാണ് പട്ടികൾക്ക് കൊടുത്ത്. ആ ഇത് നല്ലൊരു മരമായിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ ഒഴുകി പോകുന്നു. ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇതെന്ത് മരം ശരി? മരം ഇത്രേ ഉള്ളൂ. മരം തീയിട്ടപ്പുണ്ടായ ഹോളുകളാണ്. പാവം മരം, പക്ഷെ അതിന് എന്തൊക്കെയോ രൂപങ്ങൾ എനിക്ക് തോന്നുന്നു. നോക്കിക്കോളൂ, നിങ്ങൾക്കും തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ? ഇത് നോക്കൂ, ഇത് കണ്ടില്ലേ? പല രൂപങ്ങളും നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇതാ ഇങ്ങനെ നീളത്തിൽ കൊണ്ട് നീളത്തിലിങ്ങനെ പോകുന്നുണ്ട്. ഇതാ അവിടെ മരങ്ങളൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. തേക്കുണ്ട്, പല മരങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും മടക്കയാത്ര ആരംഭിക്കുകയാണ്. ഇനി വീണ്ടും പിന്നിട്ട വഴികളിലൂടെ തന്നെയാവുന്ന യാത്ര തോന്നുന്നു. അതോ ഇനി വേറെ വഴി മാറി പോകുമെന്നറിയില്ല. അല്ല ഹോട്ടലൊക്കെ അല്ല റൂമൊക്കെ ഉണ്ട് അവിടെ. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പോലീസിലൊക്കെ നിർത്തിയിട്ട് കാലത്ത് നല്ല വണ്ടിയാട്ടോ, കംഫർട്ടായി. ഇവിടെ ഒരു ബേഡ് പാർക്ക് എന്ന് എഴുതി കാണുന്നുണ്ട്. അത് പോയി കാണാമെന്ന് വിചാരിക്കുന്നു. ഉള്ളിലേക്ക് ഇങ്ങനെ സ്ഥലം പോകുന്നുണ്ട്. ഇനി അവിടെ തന്നെയാണോ എന്നറിയില്ല. പിന്നെ ഒരു ബോർഡൊന്നും കാണാനില്ല. ടോയ്ലറ്റ് 5 രൂപ. അതാണ് ഇവിടെ ടോയ്ലറ്റ് 5 രൂപ. ബേഡ്സ് പാർക്കിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ കാണാത്ത പക്ഷികളൊന്നും ഉണ്ടാവില്ല അവിടെ. പക്ഷി പാർക്ക് കണ്ടില്ല കേട്ടോ. ഒരു അങ്ങനെ 200 രൂപയാണ് ഒരാൾക്ക്. ചെറിയ കൂട് പോലത്തെ കളത്തി വിടുന്നത്. അത് ഉണ്ടാക്കി പോകും.
മായ്ക്കൻ പാടയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ സംഭവം? ഇതാണല്ലേ ഷോപ്പ്. തൃശ്ശൂരുണ്ട് ടീമോട്ട്. പിന്നെ എതിരാ നമ്മൾ പോയത് നമ്മുടെ അതിനുള്ള വിഷയമില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഇപ്പോൾ ഇന്ത്യയിലുള്ള രണ്ടെണ്ണമാണ്. ഒന്ന് കിടക്കുന്നത് ഗുജറാത്തിലും ഒരെണ്ണം കിടക്കുന്നത് അതിലും വലുതാണ് കോഴിക്കോട്. പക്ഷേ ഏറ്റവും നമ്പർ 1 തൃശ്ശൂർ വരാൻ പോകുന്നത് പണിയാണ്. ഇതെന്താ സ്ഥലം? തുണ്ടലിയൂര് എന്താണ്? തുടിയല്ലോ. വടമധുര. മധുരയുള്ള വട. ഇതിലാണ് വട മധുരമായിട്ട് കിട്ടുക. വടമധുര എന്ന സ്ഥലത്ത് തുടിയല്ലോ. ഇവിടെ വട നല്ല മധുരമുള്ള വട കിട്ടുമല്ലേ? തുടയല്ല കേട്ടോ, തുടയല് വേറെയാണ്. ഞങ്ങൾ വീണ്ടും പോയി ബത്തൂരിക്ക് തിരിച്ചിരിക്കുന്നു. അപ്പോൾ 2 ദിവസമായിട്ട് ഞങ്ങളുടെ സാരഥിയായിട്ടിരിക്കുന്നത് മിസ്റ്റർ സത്യരാജൻ കേട്ടോ. എനിക്കെല്ലാവർക്കും സത്യരാജനെ അറിയാലോ അല്ലേ? അപ്പോൾ സത്യരാജനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. ഇതാണ് ഞങ്ങളുടെ സാരഥിയായ സത്യരാജ്. ഇപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ചോദിക്കും ഏതാ ചോദിക്കുന്ന സ്ഥലം? സത്യരാജ് இது வந்து தடாகம் ரோடுங்க. கோயம்புத்தூரில் தடாகம் ரோடு மெயின் ஏரியா. தடாகத்தோட மெயின் ஏரியா ட்ராவல் பண்ணிட்டு இருக்கோம். தேங்க்யூ வெரி மச். പക്ഷേ തടാകത്തിൽ മുങ്ങി കുളിച്ചിട്ട് വരും. സത്യരാജ് പ്രൊഫഷണൽ ഡ്രൈവറൊന്നല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നഴ്സിംഗ് ഓഫീസറാണ് അദ്ദേഹം. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയൂ. ഇത് മുഴുവൻ ഫോറസ്റ്റ് കോളേജിൻ്റെ ഏരിയയാണ്. കുറേ നേരമായി തുടങ്ങിയിട്ടുണ്ടോ? പിന്നെ റെഡിയാണ് ചെയ്തു കഴിച്ചു പോയി കിടക്കാൻ. റൂട്ടിൽ
അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നാണ് കേട്ടോ ഓർമ്മ. റോഡുണ്ട് കുറച്ചവിടെ ഭയങ്കര വണ്ടി പോകും. കോയമ്പത്തൂരിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം കേട്ടോ ഞാൻ കാണിച്ചിരുന്നത്. അതിനെ കണ്ടില്ല ഇത് ബൊട്ടാനിക്കൽ കാണുന്നു അല്ലേ? ഇതെന്താ അഗ്രികൾച്ചർ കോളേജ് തന്നെയാണല്ലേ? അത് ഈ മറ്റേതല്ല ബൊട്ടാനിക്കൽ ഗാർഡൻ. മെയിൻ ഗേറ്റ് മെയിൻ ബിൽഡിംഗ് അഗ്രികൾച്ചർ കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ് ആണിത്. മെയിൻ ബിൽഡിംഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ 86 ഞങ്ങൾ ഇവിടെ വന്നിട്ട് എൻട്രൻസ് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അടുത്തത് ബൊട്ടാനിക്കൽ ഗാർഡൻ. എൻട്രൻസ് ബൊട്ടാനിക്കൽ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ജീവിതയാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇനിയും പുതിയ കാഴ്ചകളുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. യാത്രയിൽ എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.